പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു സംശയമാണ്, മഴക്കാലത്ത് വീട് പണി തുടങ്ങാൻ പറ്റുമോ, അതല്ലെങ്കിൽ മഴക്കാലത്ത് വീട് പണി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അതായത് മഴക്കാലത്ത് നമുക്ക് ഫൗണ്ടേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ വെള്ളം നിറഞ്ഞിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുകയെന്നുണ്ടെങ്കിൽ അതൊന്ന് ബെറ്ററാണ്. അതിന് മുകളിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് നല്ല രീതിയിലുള്ള ക്യൂറിങ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ സമയത്ത് നനയ്ക്കുക, 2-3 പ്രാവശ്യം നനയ്ക്കുന്ന ഒരു സമയത്ത് എന്നാൽ കൂടി അത് ഡ്രൈ ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് നമുക്ക് ഈ വീട് പണി, പടവ്, അതുപോലെ തന്നെ സ്ലാബ്, കോൺക്രീറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലത് തന്നെയാണ്. അതുപോലെ മഴക്കാലത്ത് നമ്മൾ വീട് പണി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ ഇതുപോലെ വെട്ടുകല്ല് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മഴയുടെ മുമ്പ് കുറച്ച് നമ്മൾ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഉദാഹരണത്തിന് വെട്ടുകല്ലാവാം, കരിങ്കല്ലാവാം, അതുപോലെ തന്നെ എം സാൻഡ്, മണൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒരു ഏരിയയിൽ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുപോലെ സിമെൻറ്റൊക്കെ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഇറക്കി വെക്കുക. ഇറക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പലക ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇറക്കി വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈർപ്പം പിടിച്ചിട്ടുള്ള കട്ടാവുന്ന ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമ്പി കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ഈ മഴയത്തൊന്നും ഇടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. മഴക്കാലത്ത് വീട് പണി എന്നുള്ളത് ബെസ്റ്റ് ടൈമാണ്. ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഉടനെ ഒരു വീട് പണി തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ്സ ഹോംസിനെ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സമയം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് ഈ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു വീട് പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഈ ഒരു സമയമാകുമ്പോഴേക്കും, മഴ ആകുമ്പോഴേക്കും നമുക്ക് ചെയ്തിടാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പടവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്.